അസ്സലാമു അലൈക്കും. കുറേ ആളെങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഉമ്മാൻ്റെ റെസിപ്പീസ് എന്താ ഇല്ലാത്ത, ഉമ്മാനെ കാണുന്നില്ലാലോ, നോമ്പായിട്ട് ഉമ്മാൻ്റെ എന്തോ ഇല്ലേന്ന്. ശരിക്കും പറഞ്ഞെങ്കിലില്ലേ, അങ്ങനെ എന്തുണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് ഇപ്രാവശ്യം അങ്ങനെ എണ്ണക്കടിയില്ല. പക്ഷേ പിന്നെ ഒരു കാര്യമുണ്ട്, എന്താ പറയുക, ഞങ്ങളോട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കല്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്ന തേങ്ങൻ്റെ എണ്ണ ഏതെന്ന്. കുറേ വീഡിയോസിൽ നിങ്ങൾ ഇതേ എണ്ണ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഇന്നെങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഉമ്മ നാട്ടിൽ നിന്ന് വന്നേരം അപ്പോൾ ഞങ്ങൾ എണ്ണ പൊട്ടിച്ചിട്ടാണ്. അപ്പോൾ പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നുള്ളത്. അസ്സലാമു അലൈക്കും മക്കളെ. ഇതാ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടേ വന്നത് നല്ല എണ്ണ. ഇതെല്ലാം ഇത് കൊടുത്ത് ഞങ്ങൾ വാങ്ങിയിട്ട് കൊണ്ടുവന്നത്. ഇത് ഇവിടുത്തെ തണുപ്പിൽ കട്ടക്കെട്ടിയേ. ഇത് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിലിന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ജനലിൽ. ഇത് വേണമെങ്കിലും ഉണ്ട്, അവർക്ക് ചെറുത് വേണമെങ്കിൽ മേങ്ങാനുണ്ട്. ഞാൻ ഏതെണ്ണി മേങ്ങിയെങ്കിൽ കട്ടക്ക് വെക്കും. കട്ടക്ക് വെച്ചിട്ടായിട്ട് പോയി ചെയ്തിട്ട് കൊണ്ടുവരലാന്ന് നാട്ടിൽ. ഇതേ എണ്ണ ഞാൻ കൊണ്ടുവരുന്ന നല്ല എണ്ണ. ഈ പ്രാവശ്യം ഇതേ എണ്ണയും കൊണ്ട് വന്നിനി. ഇത് സംഭവം ഇല്ലേ, ഇന്നോ ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. 10-25 കൊല്ലമായിട്ട് ഓറ് ആടെ പഴയ രീതിയിൽ ആട്ടിയിട്ട് എടുക്കുന്ന എണ്ണയാണ് ഈ എമ്മിൻ്റെ കോക്കനട്ട് ഓയില്. ഒരു ഡൗട്ടും വേണ്ട, ഒരു മായവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണുന്നത് നല്ല മണം, നല്ല മണം കൊണ്ട് ഉണ്ടാക്കുമ്പോ ഒരു കുപ്പി ഇവിടെ കളഞ്ഞില്ല ഉണ്ടാക്കിട്ട്. ഞങ്ങൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങളെ വീഡിയോയിൽ പലതും. ഞാനിപ്പോ യൂസ് ആക്കിയിട്ട് ഇപ്പൊ കളഞ്ഞതേ ഉള്ളൂ ലാസ്റ്റ്. അത് എൻ്റെ ഇച്ച വരുമ്പോക്ക് ഇച്ച കൊണ്ടുവന്നിട്ടുണ്ടായത്. ഇതിപ്പോൾ ഉമ്മ വരുമ്പോക്ക് ഉമ്മ കൊണ്ടുവന്നത്. ഞങ്ങൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ യോറ എണ്ണയാണ് കൊണ്ടുവരുന്നത്. കാരണം ഡബിൾ ഫിൽറ്റേർഡ് ആണ്, ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു എണ്ണയാണ്. നല്ല എണ്ണ ആര് വേണമെങ്കിലും വയ്ക്കാം മക്കളെ, ധൈര്യത്തിൽ വയ്ക്കാം. ഞാൻ ഉപയോഗിക്കുന്ന എണ്ണ ഇത് തേങ്ങൻ്റെ എണ്ണയായിട്ട് ഉപയോഗിക്കുന്ന. മറ്റേ വല്ലാത്തൊരു എല്ലാം വെക്കുമ്പോൾ ഉണ്ടാക്കുമ്പോൾ എല്ലാം ദുബായിൽ ഇപ്പോൾ ഇത് നമുക്ക് തീർന്നിട്ട് നമുക്ക് കിട്ടാത്ത നമുക്ക് വേറെ കോക്കനട്ട് ഓയിൽ ഞങ്ങൾ യൂസ് ആക്കുന്നത്. പക്ഷെ നാട്ടിൽ നിന്ന് ഞങ്ങൾ ഇപ്പോൾ വരുമ്പോഴേക്ക് ഇങ്ങനെ കുറേ കൊണ്ടുവരും. ഇപ്രാവശ്യം കൊണ്ടുവന്നതാണ് ഇത്. അപ്പം നിങ്ങൾ വിചാരിച്ച് എന്തായെങ്കിലും കാണിക്കാതെ. പിന്നെ റമദാൻ മാസത്തിൽ ആൾ പറയേണ്ടില്ലല്ലോ, നല്ല എണ്ണ. ഞാനൊന്നും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടാ മക്കളെ. എന്തെങ്കിലും ഒന്നാമത്തെ ഇത് ഡയറ്റ് ഇങ്ങനെ നോമ്പിന് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും കൊടുത്തു വിടുന്നുണ്ട് ഇങ്ങനെ എന്തല്ല. അപ്പം അതെല്ലാം കൊണ്ട് ഞങ്ങൾ ഒരു ഇതാക്കിയിട്ട് നിന്നനി. ബാണ്ടിയും ഒന്നും കഴിക്കല്ല, ജ്യൂസും സലാഡും ആയിട്ട് കഴിക്കുന്നു ഇപ്പം. അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടാ, വീഡിയോ ഒന്നും ഇടാതെ അങ്ങനെ. അപ്പം ഇൻഷാ അല്ലാ വേണ്ട ആൾക്കാർക്ക് ഞാൻ എന്തായെങ്കിലും ഓരോ പേജ് ടാഗ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്യട്ടാ. അടിപൊളി സംഭവമാണ്, നല്ല എണ്ണയാണ്, അതുകൊണ്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ അല്ലേ മാ? നല്ല എണ്ണ ഇത്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും മക്കളെ. എല്ലാവരും ഈ നോമ്പിന് ഞാൻ എല്ലാവരും ദ്വാരക്കും. എല്ലാവർക്കും വയസ്സിന് ഇട്ട് തൊട്ട് ഇവർക്ക് കച്ചവടമുള്ള നിറവേറ്റി കൊടുക്കട്ടെ.